ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പെരുംജീരകം, കുരുമുളക്, പട്ട, ഏലക്കായ്, ഗ്രാമ്പു, ബേ ലീഫ് എന്നിവയാണ്. ഇത്രയും നമുക്ക് മിക്സിയിലിട്ടൊന്ന് തരിതരിപ്പോടെ ചതച്ചെടുക്കണം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിയാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് ആവശ്യമാണെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഈ പൊടി നമുക്ക് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഈ കറിയിൽ ഞാനിപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് കറിക്ക് കുറച്ച് കൊഴുപ്പെല്ലാം കിട്ടുന്നത്. അതുമാത്രമല്ല നല്ലൊരു ടേസ്റ്റും കൂടിയാണിത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 വലിയ സവാള അരിഞ്ഞതും 1 വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതുമാണ്. അതുകൂടി ഇട്ട ശേഷം നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. കറി നിറയെ ആവശ്യമെങ്കിൽ നമുക്ക് സവാളയുടെ എണ്ണം കൂട്ടാം. എണ്ണ ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ കറിക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. തേങ്ങയ്ക്ക് പകരമാണ് സവാള കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം അത് തീർച്ചയായിട്ടും ഇടാൻ മറക്കരുത്. ഉരുളക്കിഴങ്ങ് കൂടി ചേരുമ്പോഴാണ് ഈ കറിക്ക് ഒരു അടിപൊളി സ്വാദ് കിട്ടുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാള എല്ലാം കൂടി ഒന്ന് ഈ എണ്ണയിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിപ്പോൾ ചോറിനോടും ചപ്പാത്തിയോടും അപ്പത്തിനോടൊക്കെ കഴിക്കാൻ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളാണ്. ഞാനിപ്പോൾ 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷം നമുക്ക് കുറഞ്ഞത് ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ എത്രയും നേരം ഇളക്കുന്നുവോ അത്രയും നേരം മസാലയൊക്കെ അതിൽ പിടിക്കുന്നതാണ്. വളരെ ടേസ്റ്റ് കൂടുന്നതുമാണ്. ഗരം മസാല നമുക്ക് ഇതിന് ആവശ്യമില്ല. അതിന് പകരമായിട്ടാണ് നമ്മളതെല്ലാം ചതച്ചെടുത്തത്. വേണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ മസാലയൊക്കെ ചിക്കനിൽ പുരട്ടി വെച്ചേക്കാമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പെട്ടെന്നാണ് തയ്യാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ഇളക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഏകദേശം ചിക്കനൊക്കെ കറി വയ്ക്കാനായിട്ട് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയ തക്കാളി, പുളിയില്ലാത്ത ചെറിയ തക്കാളിയാണിത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഏകദേശം അത് കുറച്ച് വെന്ത് വരണം. അപ്പോഴാണ് ഈ കറിക്ക് വളരെയധികം ടേസ്റ്റ് കിട്ടുന്നത്. ഈ കറി ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. നമ്മൾ കുക്കറിലല്ല ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ കറിയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് വീട് മൊത്തം ഒരു നല്ലൊരു മണം കിട്ടുന്നതാണ്. ആവശ്യമെങ്കിൽ നമുക്ക് കുക്കറിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ചട്ടിയിൽ ചെയ്യുമ്പോഴാണ് അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാം കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാവൂ. കാരണം നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണയുടെയും പിന്നെ സവാളയുടെയും ചിക്കനിൽ നിന്നും വരുന്ന വെള്ളവും കൂടി ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിൽ കറി കിട്ടുന്നതാണ്. ഇനി നമുക്കൊന്ന് അടച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം കൂടി വറ്റിച്ചെടുക്കാനുണ്ട്. അതിന് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 പിടി കറിവേപ്പിലയാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. പിന്നെ അത് ചട്ടിയിലെ ചൂടിൽ ഇരുന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ രീതിയിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചിക്കൻ കറി ചെയ്യുമ്പോൾ നമുക്ക് കഴിവതും മൺചട്ടി തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.